30 വർഷങ്ങൾക്ക് മുമ്പ് കാശ്മീരിൽ ഒരു കൂട്ടക്കൊല ഉണ്ടാകുന്നു. യെസ്, ഗോവ കടൽ ബ്രിഡ്ജിൽ. നിങ്ങൾ പ്രേതമുണ്ടെന്ന് കേട്ടിട്ടുണ്ടായിരിക്കും, പ്രേത ബംഗ്ലാവെന്നും കേട്ടിട്ടുണ്ടായിരിക്കും. എന്നാൽ പ്രേതങ്ങളുടെ ബ്രിഡ്ജ് എന്ന് കേട്ടിട്ടുണ്ടോ? ഇതാണ് പ്രേതങ്ങളുടെ ബ്രിഡ്ജ്. ഇന്നത്തെ വീഡിയോ ഗോവ കടൽ ബ്രിഡ്ജിനെ കുറിച്ചിട്ടാണ്, കാശ്മീരിൽ സ്ഥിതി ചെയ്യുന്നത്. അതിനു മുമ്പ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി അമർത്തുക. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസിനായിട്ട് ആ ബെല്ലൈക്കൻ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കുക. നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് 1985-നും 1992-നും ഇടയിൽ കാശ്മീരിൽ ഒരു കൊലപാതകമുണ്ടായി. ഒരു പെൺകുട്ടിയാണ് കൊല്ലപ്പെട്ടത്. ഒരു റേപ്പിസ്റ്റ് കൊലപാതകമായിരുന്നു ഇത്. ഇതേ തുടർന്ന് നാട്ടുകാരും എല്ലാവരും കൂടി ചേർന്ന് ഒരു കേസ് കൊടുത്തു. പക്ഷേ ഈ കേസിനെതിരെ ഒരു റിപ്പോർട്ടുകളും അല്ലെങ്കിൽ ഒരു നടപടികളും ഉണ്ടായില്ല. അങ്ങനെ നാട്ടുകാരെല്ലാവരും കൂടി ചേർന്ന് ഇതിനെതിരെ പ്രതിഷേധിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. കാശ്മീരികൾ എല്ലാവരും ഗവാക്കടൽ എന്ന പാലത്തിൽ നിന്നാണ് ഇതിനെതിരെ പ്രതിഷേധിക്കുന്നത്. പ്രതിഷേധം ശക്തമായപ്പോഴത്തേക്കും ഗവൺമെൻറ് ഒരു ഉത്തരവിടുകയുണ്ടായി. ആ ജനങ്ങൾക്ക് നേരെ വെടി വയ്ക്കുക, അല്ലെങ്കിൽ ആ ജനങ്ങൾക്ക് നേരെ വെടിയുണ്ടകൾ പായിപ്പിക്കുക എന്ന ഒരു ക്രൂരമായിട്ടുള്ള നിയമം. അങ്ങനെ പട്ടാളക്കാരെല്ലാവരും കൂടി, കാശ്മീർ സൈനികരെല്ലാവരും കൂടി ചേർന്ന് ആ നിരപരാധികളായിട്ടുള്ള ജനങ്ങൾക്കെതിരെ വെടിയുണ്ട ഉയർത്തുകയാണ്. 51ഓളം പേർ മരണപ്പെട്ടു. കുറേ ആളുകൾ വീട്ടിനകത്തേക്ക് ഒളിച്ചതിന് ശേഷം, എങ്കിലും പട്ടാളക്കാർ അവിടെ പോയി വീട്ടിനകത്ത് കയറിയതിന് ശേഷം അവരെ വെടിവെച്ച് കൊല്ലുകയുണ്ടായി. അങ്ങനെ 51ഓളം പേരാണ് കൊല്ലപ്പെടുകയുണ്ടായത്. 280ഓളം പേർ പങ്കെടുത്തതിൽ 51ഓളം പേർ മരിക്കുകയുണ്ടായി. കുറേ പേർ രക്ഷപ്പെടുകയും. ഒരുപാട് കുട്ടികൾക്ക് അവരെ അച്ഛനെ നഷ്ടമായി, ഒരുപാട് അമ്മമാർക്ക് അവരെ മക്കളെ നഷ്ടമായി. നിരപരാധികളായിരുന്ന പലരും മരണത്തിന് ഇരയായി. 1990 ജനുവരി 20-നാണ് ഈ കൂട്ടക്കൊല നടക്കുന്നത്. അതുകൊണ്ട് തന്നെ കാശ്മീർ ജനതകൾ ഇപ്പോഴും ജനുവരി 20 എല്ലാ വർഷവും ജനുവരി 20 അവർ ഒരു നിമിഷം ഈ കൂട്ടക്കൊല നടത്താനായി അനുസ്മരിക്കുന്നു. ഈ ചരിത്രത്തിലെ ഏറ്റവും വലിയ കൂട്ടക്കൊലയായിട്ടാണ് ചരിത്രത്തിൽ ഈ സംഭവത്തിനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഗവൺമെൻറ്റിൻ്റെ അനീതിയെ തുടർന്നായിരുന്നു ഈ കൊലപാതകം നടന്നിട്ടുണ്ടായിരുന്നത്, കൂട്ടക്കൊല നടന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ പിന്നീട് അങ്ങോട്ടുണ്ടായ സംഭവങ്ങളെല്ലാം വളരെ അത്ഭുതപ്പെട്ട കാര്യങ്ങളാണ്. ഗവാക്കടൽ ബ്രിഡ്ജ്, ഗവാക്കടൽ മെഷർ എന്ന് പേരിട്ട സ്ഥലം ഗവാക്കടൽ ബ്രിഡ്ജായി. ഈ ബ്രിഡ്ജിൽ പല ആളുകളും ഈ ബ്രിഡ്ജിന് കടക്കാൻ പേടിപ്പെട്ടവരാണ്. കാരണം ബ്രിഡ്ജിനകത്ത് പ്രേതങ്ങളുണ്ടെന്നാണ് ഇവർ പറയുന്നത്. ഗവാക്കടൽ എന്ന ഈ ബ്രിഡ്ജ് കടക്കാൻ വേണ്ടിയിട്ട് കാശ്മീർ ജനതകൾ ഇന്നും വളരെയധികം ഭയപ്പെടുന്നു. രാത്രികളിൽ ഈ ബ്രിഡ്ജിൽ നിന്നും പുറപ്പെടുന്ന വളരെ ഭയാനകമായ ശബ്ദവും കാശ്മീർ ജനതകളുടെ ഉറക്കം കെടുത്തുകയുണ്ടായി. പ്രേതങ്ങളുടെ ബ്രിഡ്ജാണ്. പല ആളുകളും ഒരേ സമയം ഒന്നിലധികം പ്രേതത്തെ ഇവിടെ വെച്ച് കണ്ടിട്ടുണ്ടെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. പല വെടിയുണ്ടകളുടെ ശബ്ദമാണ് ഈ ബ്രിഡ്ജിനകത്ത് നിന്ന് പുറപ്പെടുന്നത്. അതുപോലെ തന്നെ കാശ്മീർ ജനതകളിൽ ഒരു സംഭവം വിവരിക്കുകയുണ്ടായി. ഈ കൂട്ടക്കൊല നടന്നതിന് ഏതാനും വർഷങ്ങൾക്ക് ശേഷം അവിടുന്ന്, അതായത് ആ സ്ഥലത്ത് താമസിക്കുന്ന ഒരാൾ വർക്ക്ഷോപ്പ് ഡ്രൈവറാണ്. എല്ലാ ദിവസവും ഈ ബ്രിഡ്ജ് കടന്നതിന് ശേഷം വർക്ക്ഷോപ്പിൽ പോവുകയുണ്ടാവും. പക്ഷേ ഒരു ദിവസം ഇദ്ദേഹം പോയതിന് ശേഷം പിന്നീട് തിരിച്ചു വന്നില്ല. കാര്യം ബ്രിഡ്ജിനകത്ത് നിന്നും മൃതദേഹം എടുക്കുകയുണ്ടായി. പരിശോധിച്ചപ്പോൾ അയാൾ ഒരു ബുള്ളറ്റ് കൊണ്ടാണ് മരിച്ചത്. പിന്നെ ഈ ബ്രിഡ്ജിൽ മരിച്ചു കിടക്കുന്നവർക്ക് എല്ലാവരും ഒരു പ്രത്യേകത ഉണ്ടാവും. ഒന്നെങ്കിൽ അവർക്ക് ഒരു മുറിവോ അല്ലെങ്കിൽ അവരുടെ കയ്യിൽ ബുള്ളറ്റോ ഉണ്ടാവും. അവരുടെ നെഞ്ചിനകത്ത് തോക്കിൻ്റെ ബുള്ളറ്റും പതിച്ചിൻ്റെ ആത്മാക്കൾ ലക്ഷ്യം വയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ 1990-ൽ ഇവരുടെ കൂടെ പ്രതിഷേധിക്കാനുണ്ടായിരുന്ന പലരും ഇന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. ആ ആളുകളെയാണ് ഏറ്റവും കൂടുതൽ ആത്മാക്കൾ ലക്ഷ്യം വയ്ക്കുന്നത്. അവർക്ക് നേരെ പല വിചിത്രപരമായിട്ടുള്ള സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും കാശ്മീരിൽ തന്നെ ഏറ്റവും ഭയാനപ്പെടുത്തുന്ന ഒരു പ്ലേസാണ് ഇന്ന് ഗവാക്കടൽ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് അറിയിക്കണം. പിന്നെ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.